എൻ്റെ സാറേ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. അമ്മാതിരി ടേസ്റ്റാണ്. കേട്ടു അടിപൊളി. ഇനി ഒന്നും പറയാനില്ല. ചുറ്റുള്ള ഒന്നും കാണില്ല. അടിപൊളി. വെൽക്കം ടു അവർ ചാനൽ പാടി ഫുഡ്സ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എഗ് നൂഡിൽസ്. എഗ് നൂഡിൽസ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത്. കാരണം സാധാരണ നമ്മൾ വീട്ടിൽ നൂഡിൽസ് നിങ്ങൾ വാങ്ങിക്കാറുണ്ട്. നൂഡിൽസ് വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ കിട്ടുന്ന ഈ ചെറിയൊരു മസാല ഉണ്ട്. മസാലയും പിന്നെ കുറച്ച് വെജിറ്റബിൾസും ചേർത്തിട്ടാണ് നിങ്ങൾ വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു സാധനമാണ് നൂഡിൽസ്. പക്ഷെ എന്താ നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ട് പാടിയിലെ സ്പെഷ്യൽ നൂഡിൽസ്. അതെ. അപ്പൊ നമ്മൾ വെജിറ്റബിൾസും എല്ലാം ഇട്ട് കുറച്ച് മസാല ഒന്ന് കൂട്ടിയിട്ടിട്ട്, ആ മസാല നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന മസാല തന്നെയാണ്, സിമ്പിൾ മസാലയാണ്. അതൊന്ന് കൂട്ടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസിന്റെ ടേസ്റ്റ് മാക്സിമം ഹൈയിലേക്ക് എത്തിക്കാം. പാടിയിലെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും കോമൺ ആയിട്ട് വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് തന്നെയാണ്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കുക്കിംഗിലേക്ക് തുടരാം. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ടൈൽ സ്റ്റവ്. ഒരുവിധമുള്ള എല്ലാ ഫുഡ്സും നമ്മൾ ഉണ്ടാക്കുന്ന ടൈൽ സ്റ്റൗവിലായിരിക്കും. കാരണം ടൈൽ സ്റ്റവ് വളരെ പെർഫെക്റ്റ് ആണ് നമുക്ക്, അല്ലേ? ഏറ്റവും ടോപ്പ് ലെവലിൽ നമ്മൾ മാത്രം ഇന്ന് അഹങ്കാരം കൊണ്ട് പറയാന്ന് വിചാരിക്കണ്ട. ഇന്ന് നമ്മളുടെ കയ്യിൽ മാത്രമേ ടൈൽ സ്റ്റവ് ഉള്ളൂ. അതിൽ നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ വ്യൂവേഴ്സിനും നമ്മളുടെ എല്ലാവർക്കും. നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. വളരെ പെട്ടെന്ന് കട്ടിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ടൈൽ സ്റ്റവ് ഒന്ന് ഓൺ ചെയ്യണം. ടൈൽ സ്റ്റവ് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റൽ പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ അതും ചൂടാവും. ഒരു 10-15 സെക്കൻഡ് മതിയാവും. നമുക്ക് ജസ്റ്റ് പാത്രം ചൂടാണ്. പാത്രം ഏകദേശം നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിക്കാം. ജസ്റ്റ് ഒരു 15 to 20 സെക്കൻഡ്സ് മതിയാവും വെള്ളം ഒന്ന് ചൂടാകാൻ നമുക്ക്. ഇതന്നെ കണ്ടില്ലേ, ഏകദേശം വെള്ളം ചൂടായി കഴിഞ്ഞു. ഇപ്പൊ സത്യത്തിൽ നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ ബട്ടർ ഇടാം. അപ്പൊ നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ബട്ടർ ഇടുന്നത്. കാരണം അതാണ് കുറച്ചുകൂടി ഒരു കൺവീനിയൻ്റ് ആവുള്ളൂ. നമ്മുടെ ഏകദേശം വെള്ളമൊക്കെ തിളയ്ക്കാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് വന്നിട്ടുണ്ട്. സാധാരണ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്ന സമയത്ത് ഇത്രയും പെട്ടെന്ന് തിളക്കാറില്ല വെള്ളം ചൂടായി ഒരുപാട് ടൈം പിടിക്കും. ഇതങ്ങനെയല്ല, ഇപ്പം തന്നെ സ്റ്റീം വരാൻ തുടങ്ങി. ഒരു സാധാരണ നമ്മൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് ആണെങ്കിൽ ഒരു എങ്ങനെ പോയാലും ഒരു 5 മിനിറ്റ് ആവും. ഒരു 5 മിനിറ്റ് ആവും വെള്ളം തിളക്കാൻ. ഇതിപ്പോൾ 1 മിനിറ്റ് കൂടി ആയിട്ടില്ല. എന്താ ഏകദേശം വെള്ളം തിളച്ച് കഴിഞ്ഞു. നോക്കൂ, ഇതല്ലേ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ ബട്ടർ ഒന്ന് ആഡ് ചെയ്യാം. അങ്ങനെ ഒരു 1-1.5 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ലപോലെ തിളച്ചു വന്നു. ഇനിയിപ്പോൾ നമുക്ക് നൂഡിൽസ് ഇടാം. നല്ലപോലെ തിളച്ചു വരുന്നുണ്ട്.
കുറച്ച് ചൂട് കൂടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കുറയ്ക്കാം. തള ഒരുപാട് കൂടിയിട്ടുണ്ട്. തള കണ്ടില്ലേ, നല്ല തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു കുറച്ച് സാൾട്ട് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന മസാല പൗഡർ ഒരു പാക്കറ്റ് ഇടാം. അപ്പോൾ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. പെപ്പർ പൗഡർ ഒരു 1/4 ടേബിൾ സ്പൂൺ. ഒരു ഹാഫ് ലെമൺ ജ്യൂസ് നമുക്ക് ചേർക്കാം. അടുത്തായിട്ട് നമുക്ക് ബീൻസ് ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം. പച്ചമുളക് ഒന്ന് കീറിട്ടാലോ? അപ്പൊ നമുക്കിനി ക്യാരറ്റ് കട്ട് ചെയ്തിടാം. ഇനി നമുക്ക് ഗ്രീൻ പീസ് ഇടാം. ബിരിയാണി മസാല, നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഏകദേശം ഇപ്പോൾ നമ്മുടെ വെള്ളം വറ്റി വരുന്നുണ്ട്. നമുക്കിനി ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് ആയി. നമുക്ക് പിരിപിരി ഒന്ന് ജസ്റ്റ് ചേർക്കാം. ഒരു 6 ചെറുള്ളി ഉണ്ട്. അപ്പൊ ഒരു ടേബിൾ സ്പൂൺ ചെറുള്ളി നീര്. അപ്പൊ നമുക്ക് നമ്മുടെ 3 മസാല പാക്കറ്റ് ഉണ്ട്. അത് നമുക്ക് പൊട്ടിച്ചിടാം. ടൊമാറ്റോ കെച്ചപ്പ് ഒരു 1/2 ടേബിൾ സ്പൂൺ. അടുത്തായിട്ട് നമ്മുടെ ഒണിയൻ ലീഫ് ചേർക്കാം. അപ്പോൾ നമുക്ക് ഇനി ഓഫ് ചെയ്യാം. ഏകദേശം നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു നൂഡിൽസ് തയ്യാറാക്കാം. 5 മിനിറ്റ്, ഒരു 5 to 6 മിനിറ്റ്സിൽ നമുക്ക് നൂഡിൽസ് എല്ലാം തയ്യാറാക്കാം. വളരെ സിമ്പിൾ ആയിട്ട്. ഏകദേശം നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് അറേഞ്ച് ചെയ്യാം. അറേഞ്ച്മെന്റ് എല്ലാം കഴിഞ്ഞു. ബാബു അപ്പോ എഗ് നൂഡിൽസിന്റെ ടേസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം അല്ലേ? അതെ, സ്പെഷ്യൽ എഗ് നൂഡിൽസ്. സ്പെഷ്യൽ. അപ്പൊ എഗ് എടുക്കണം. എഗ് എടുക്കണ്ട, ആദ്യം നൂഡിൽസ് കഴിക്കും. എഗിന്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയണല്ലേ? ഷഫാകെ ടെൻഷനായിട്ട് നിൽക്കണം. എന്താ പറയാ, എനിക്കൊരു ടെൻഷനൊന്നുമില്ല. ഞാൻ 3-4 പ്രാവശ്യം ഉണ്ടാക്കിയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതായത് വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റ് ആണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല.
അപ്പൊ അടിപൊളിയുണ്ട്. ടേസ്റ്റ് ആണെങ്കിൽ ഞാനൊരു സ്പൂൺ എടുത്ത് നോക്കാം. ഒന്നും പറയല്ല, അടിപൊളിയാണ്. അപ്പൊ ഇതേപോലെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. സാധാരണ രീതിയിൽ നൂഡിൽസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ട്രൈ ചെയ്ത് ഇതേപോലെ ട്രൈ ചെയ്യണം. ചെറിയ ചെറിയ വെറൈറ്റി ഒക്കെ ആക്കി മാറ്റണം. അതെ, വെറൈറ്റി ആക്കി മാറ്റിയാലേ നമുക്ക് ടേസ്റ്റിന്റെ മാക്സിമം റീച്ചിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അപ്പൊ നമ്മുടെ ടൈപ്പ് സ്റ്റൈൽ ഉണ്ടാക്കിയ നൂഡിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിക്കുക. ഇഷ്ടപ്പെട്ടാൽ അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും പാടി.